1876 അലക്സാണ്ടർ ഗ്രഹാം ബെൽ ടെലിഫോൺ കണ്ടുപിടിച്ചു. തുടർന്ന് 1900 ഡിസംബർ 23 വാഷിംഗ്ടൺ ഡിസിയുടെ പ്രാന്തപ്രദേശത്ത് റെജിനാൾഡ് ഫെസെന്റൻ എന്ന കണ്ടുപിടുത്തക്കാരൻ ശ്രദ്ധേയമായ ഒരു നേട്ടം കൈവരിച്ചു. അദ്ദേഹം ആദ്യത്തെ വയർലെസ് ടെലിഫോൺ കോൾ നടത്തി. ഒരു റേഡിയോ ടവറിൽ നിന്ന് മറ്റൊന്നിലേക്ക് സിഗ്നൽ അയച്ച് റേഡിയോ തരംഗങ്ങൾ വഴി മനുഷ്യന്റെ ശബ്ദം ആദ്യമായി പ്രക്ഷേപണം ചെയ്തത് അദ്ദേഹമായിരുന്നു. ആദ്യത്തെ ഹാൻഡ്ഹെൽഡ് മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചതിന്റെ ബഹുമതി മോട്ടറോളയിലെ എഞ്ചിനീയറും എക്സിക്യൂട്ടീവുമായ മാർട്ടിൻ കൂപ്പറിനാണ്. 1973 ഏപ്രിൽ 3 ന്യൂയോർക്ക് സിറ്റിയിൽ ഒരു ഹാൻഡ്ഹെൽഡ് സെല്ലുലാർ ഫോണിൽ നിന്ന് ആദ്യമായി പബ്ലിക് കോൾ ചെയ്തുകൊണ്ട് കൂപ്പർ ചരിത്രം സൃഷ്ടിച്ചു. മോട്ടറോള ഡൈനാറ്റാക് 8000 നെത എന്നറിയപ്പെടുന്ന ഈ ഫോണിന് ഏകദേശം 2 പൗണ്ട് ഭാരവും ഏകദേശം 20 മിനിറ്റ് ടോക്ക് ടൈം ബാറ്ററി ലൈഫും ഉണ്ടായിരുന്നു. മൊബൈൽ ഫോൺ യുഗത്തിന് തുടക്കം കുറിച്ചതിനാൽ കൂപ്പറിന്റെ കണ്ടുപിടുത്തം ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു. വയർലെസ് വഴി ആളുകളെ ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു പോർട്ടബിൾ ഉപകരണത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ദർശനം നമ്മുടെ ആശയവിനിമയ രീതിയെ മാറ്റിമറിക്കുകയും തുടർന്നുള്ള സാങ്കേതിക പുരോഗതിക്ക് വഴിയൊരുക്കുകയും ചെയ്തു.